കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൗമാര ശാരീരിക മാനസിക ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അവനവനെ അറിയുക എന്ന ജീവിത നൈപുണിയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് അടുത്ത ദിവസങ്ങളിലെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. ഒരു കുടുംബത്തിൽ 8 വയസ്സ് വരെ കുട്ടി എന്നും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യാതൊരു ഫിൽറ്ററും ഇല്ലാതെ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ കടന്ന് കുട്ടി ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ചിന്തയുടെ പ്രതിഫലനങ്ങൾ അനുഭവങ്ങളായി തീരുകയും ചെയ്യുന്നു. അതായത് ഒരു വ്യക്തിയുടെ അനുഭവങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ആ വ്യക്തി 8 വയസ്സ് വരെ അനുഭവിച്ച ഇമോഷനുകൾ അല്ലെങ്കിൽ വികാരങ്ങളാണ്. ഉള്ളിലെടുത്ത് വെച്ചിരിക്കുക ഈ വികാരങ്ങൾ ഓരോന്നും. ഓരോ സാഹചര്യങ്ങളും ആവർത്തിച്ചു വരുമ്പോൾ അത് ട്രിഗർ ചെയ്യുകയും ചെയ്യും. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. നമ്മുടെ ആരുടെയും അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾക്കും ഇനി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ പാടില്ല. അച്ഛനമ്മമാരുടെ സ്വരച്ചേർച്ചയില്ലാത്ത ദാമ്പത്യം കണ്ട് വളരുന്ന കുട്ടിയുടെ ഭാവി ഇതുതന്നെ ആവർത്തിക്കും. വീട്ടിൽ പണത്തിനെ ചൊല്ലി വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തിക്കോളൂ. നിങ്ങളുടെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിലും ഇതുതന്നെയായിരിക്കും സ്ഥിതി. കുട്ടികളായിരിക്കുമ്പോൾ നിറവേറ്റപ്പെടാത്ത നമ്മുടെ അതിതീവ്രമായ ആഗ്രഹങ്ങളും ഉള്ളിൽ ആഴത്തിലുണ്ടായിരിക്കുന്ന മുറിവുകളും കണ്ടെത്തി അതിന് പരിഹാരം സ്വയം കാണാൻ പ്രാപ്തി നേടാൻ പരിശീലിപ്പിക്കുന്ന മനഃശാസ്ത്ര പദ്ധതിയാണ് ഇന്നർ ചൈൽഡ് വർക്ക്. കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമുള്ള വ്യക്തികൾക്കൊപ്പം ഇന്നർ ചൈൽഡ് വർക്കിന് ഇരിക്കുമ്പോൾ മനസ്സിലാകുന്ന പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടാനുള്ള ആദ്യ കാരണം സമ്പത്തുണ്ടാക്കുന്നത് തെറ്റാണ് എന്ന് വീട്ടിലെ സംസാരത്തിലൂടെയും മറ്റു മുതിർന്നവരുടെ പെരുമാറ്റത്തിലൂടെയും അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ലഭിക്കാതെ വരുമ്പോഴുള്ള നിരാശയിലൂടെയും അച്ഛനമ്മമാരുടെ പണമുപയോഗത്തിൻ്റെ ആവർത്തിച്ചുള്ള പാറ്റേണിലൂടെയും കുട്ടി മനസ്സിലാക്കുന്നു. ഭാവിയിൽ നമ്മുടെ കുട്ടിക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാവാതെ ഇരിക്കാൻ പരിശീലിക്കേണ്ട ഒരു മികച്ച ജീവിത നൈപുണിയെക്കുറിച്ച് പറയാം. എപ്പോഴും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കും. പരിഹാരങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക എന്നതാണ് നമ്മുടെ രീതി. പണത്തിൻ്റെ മൂല്യം കുട്ടികളെ മനസ്സിലാക്കുക. ഉപദേശം വേണ്ട, കുഞ്ഞുങ്ങൾ കേൾക്കില്ല. ഇപ്പോൾ അവർക്കതിൻ്റെ പ്രാധാന്യവും മനസ്സിലാവില്ല. കൂടുതൽ ഉണ്ടാക്കുന്ന പണം നമുക്ക് ദോഷകരമായി ഭവിക്കും എന്നൊരു ചിന്ത പണ്ട് മുതൽക്കേ ഇവിടെ പ്രചാരത്തിലുണ്ട്. നമ്മൾ കേരളീയരെല്ലാം അതൊക്കെ കേട്ട് തന്നെയാണ് വളർന്നത്. ഇതെന്നാ വീട്ടിൽ പണം കായ്ക്കുന്ന മരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ലേ? പണക്കാർ ചീത്തയാണ് എന്ന് പറയാറുണ്ട്. അവർക്ക് പണമുണ്ട്, അവർക്ക് അഹങ്കാരമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കേട്ട് തന്നെയാണ് നമ്മളെല്ലാവരും വളർന്നിരിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം അനുഭവിച്ച് തന്നെ വേണം ഇവിടുത്തെ ജീവിതം പൂർത്തിയാക്കാൻ. അതിന് പണം വേണം. ആഹാരം, വസ്ത്രം, വീട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കല്യാണം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പണം വേണം. അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്നത് കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പേരൻസും ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ സന്തോഷത്തോടെയുള്ള ജീവിതത്തിന് ആവശ്യമായ പണം ഉണ്ടാക്കാനാണെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുക തന്നെ വേണം. അത് അവരോട് തുറന്നു പറയുകയും വേണം. പക്ഷേ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന രീതിയിലാവരുത്. നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നു. ഇതുപോലെ കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിഞ്ഞാലും ജോലിക്ക് പോകും എന്ന് കുഞ്ഞുങ്ങളോട് പറയുക. വീട്ടിൽ വാങ്ങുന്ന ഓരോ സാധനങ്ങളും വില കൊടുത്താണ് വാങ്ങുന്നതെന്ന് കുട്ടി അറിയണം. അത്യാവശ്യമുള്ളത് എന്താണെന്നും അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നും അച്ഛനമ്മമാരുടെ പെരുമാറ്റത്തിൽ നിന്ന് കുട്ടി അറിയണം. പണം അനാവശ്യമായി ചെലവാക്കാനുള്ളതല്ലെന്നും ആവശ്യങ്ങൾക്ക് തീർച്ചയായും ചെലവാക്കണമെന്നും അത് ചിലവാക്കുന്നത് സന്തോഷത്തോടെ ആവണമെന്നും മനസ്സിലാക്കുക. പണമെന്ന് കേൾക്കുമ്പോൾ നെഞ്ചിൽ പടപടപ്പ് കൂടുകയോ വയറ്റിൽ തീ കോരി ഇടുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുകയോ ചെയ്യുന്നെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പണം വരുന്നത് ഭയമാണ്. പണം അനാവശ്യമായി ചെലവാക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ആവശ്യം എന്താണെന്ന് കുട്ടി തീർച്ചയായും മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നത് സ്വന്തം വില കുറയ്ക്കുമെന്ന് കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക.
സ്വന്തം ജോലിക്കായി അല്ലെങ്കിൽ ഉദ്യോഗത്തിനായി ചെലവിടുന്ന മാനവ വിഭവശേഷിയും സമയവും മൂല്യമുള്ളതാണെന്നും അവനവൻ സ്വയം ഇടുന്നതാണ് ആ മൂല്യമെന്നും കൂടി കുട്ടി മനസ്സിലാക്കണം. ഒപ്പം മുതിർന്നവരും ജോലി ചെയ്ത് ഭാവി ജീവിതത്തിനുള്ള പണം സമ്പാദിക്കാനുള്ള മാർഗം തേടാൻ വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നതെന്നും സ്വന്തം ഉത്തരവാദിത്തത്തോടെ പഠിക്കുന്നതെന്നും കുഞ്ഞ് പഠിക്കണം. അത് ഓരോ അച്ഛനമ്മമാരും ഉപദേശത്തിലൂടെ അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. നമ്മുടെ നിലവിലുള്ള എല്ലാ സിലബസിലും ഈ പാഠം കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ച് കൊടുക്കാനുള്ള സംവിധാനം നടപ്പിലാക്കിയാൽ ഇവിടുത്തെ ജീവിതം എത്ര മനോഹരമായിരിക്കും. ലെറ്റ്യൂഡ് മോട്ടിവേഷൻ ഒന്നേ പറയാനുള്ളൂ: കടം ധനമല്ല. കടമില്ലാതെ ജീവിക്കാൻ, സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജീവിക്കാൻ സാമ്പത്തിക നൈപുണി എല്ലാ കുഞ്ഞുങ്ങളെയും പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അതിന് എല്ലാ മാതാപിതാക്കളും തയ്യാറാവുക. അധ്യാപകരും ഇത് സ്കൂളുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ കമൻ്റ് ഇടൂ, സപ്പോർട്ട് ചെയ്യൂ. ഒപ്പം ഞങ്ങളുണ്ട്. താങ്ക്